Welcome back. 15 way to Nifty stock market education. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ രണ്ട് മൂന്ന് പാർട്ട് കവർ ചെയ്തിരുന്നു. അതിൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ നടത്തിയിരുന്നു. അതിൻ്റെ അനാലിസിസ് ഏതൊക്കെ രീതിയിലാണ് നടത്തുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഇനി ടെക്നിക്കൽ അനാലിസിസിൻ്റെ 4 പാർട്ട്, ആ 4 പാർട്ടിൽ നമ്മൾ ചാർട്ടും ക്യാൻഡിൽസും എന്താണെന്നുള്ളതും കവർ ചെയ്തിരുന്നു. ഇനി നമുക്ക് ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സപ്പോർട്ട്, റെസിസ്റ്റൻസ് ആൻഡ് ട്രെൻഡ്. എങ്ങനെയാണ് സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ട്രെൻഡ്, ഇതെങ്ങനെയാണ് വരയ്ക്കുക, ഇതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അത് വെച്ച് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇത് പ്രത്യേകിച്ചൊന്നും തന്നെയൊന്നുമല്ല. സപ്പോർട്ട് എന്ന് പറയാൻ നമ്മളൊരു സാധനം താഴോട്ട് പോകുമ്പോൾ താങ്ങി നിർത്തുന്നതിന് പറഞ്ഞ പേരാണ് സപ്പോർട്ട്. സപ്പോർട്ട് കൊടുക്കുക. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോവാതെ തളഞ്ഞ് നിർത്തുന്നു. അപ്പൊ ഇത് മാർക്കറ്റിൽ എങ്ങനെയാ ബാധിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ നേരത്തെ ചാർട്ട് കണ്ടു. ഒരു ചാർട്ട് ഏകദേശം ഈ ലെവലിലേക്ക് ആയിരിക്കും വരുന്നത് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി. നമ്മളിപ്പോൾ ഏത് ചാർട്ട് എടുത്ത് നോക്കിയാലും, സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതിന്റെ ചാർട്ട് എടുത്ത് നോക്കിയാലും ഗ്രാഫ് നോക്കിയാലും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ചാർട്ടിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് റെസിസ്റ്റൻസ്, സപ്പോർട്ട്. ഒരു കമ്പനി ലിസ്റ്റ് ചെയ്ത് ആണല്ലോ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. ലിസ്റ്റ് ചെയ്ത് അതിന്റെ ഫോർമാലിറ്റി കഴിഞ്ഞിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഫുള്ള് നമുക്ക് ഷെയർ പബ്ലിക്കിന് അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാർട്ട് കാണുമ്പോൾ നമുക്കൊരു പുതിയ കമ്പനി ലിസ്റ്റ് ചെയ്താന്ന് നോക്കാം. ഇത് നമുക്ക് 100 രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്തതെന്ന് കണക്കാക്കുക. ഇവിടെ നിന്ന് കുറേ ആൾക്കാർ വാങ്ങി, മാർക്കറ്റ് വില മുകളിലോട്ട് പോയി. ഒരു 150 രൂപ അല്ലെങ്കിൽ 200 രൂപ റേഞ്ച് വന്നപ്പോൾ കുറേ ആളുകൾ അതിന്റെ പൊസിഷൻ കവർ ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മൾ പ്രോഫിറ്റിലായപ്പോൾ അത് ബുക്ക് ചെയ്ത് മാറാൻ തുടങ്ങി. അപ്പോൾ മാർക്കറ്റിലേക്ക് ഡിമാൻഡ് വന്നപ്പോൾ മാർക്കറ്റ് പ്രൈസ് മുകളിലോട്ട് പോയി. നല്ലൊരു വില കിട്ടിയപ്പോൾ ആളുകൾ വിറ്റപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകുന്നു. കാരണം മാർക്കറ്റിലേക്ക് സപ്ലൈ കൂടി. സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് ഒന്നും കൂടി പറയാറുണ്ട് ഇതിന്. നമുക്ക് അതെങ്ങനെയാണ് ഡീറ്റെയിൽഡ് പറയാം. അപ്പൊ 100 രൂപയ്ക്ക് ഓപ്പൺ ആയ മുതൽ 200 രൂപയ്ക്ക് പോയി. 200 രൂപ പോയിട്ട് അവിടെ നിന്ന് എന്തോ കാര്യം കൊണ്ട് താഴേക്ക് പോകുന്നു. ഇങ്ങനെ തന്നെ പറയാം. നേരത്തെ പറഞ്ഞത് വിട്ടേക്കുക. 100 രൂപയ്ക്ക് ഓപ്പൺ ആയ റേഞ്ച് 200 വന്നു, എന്തോ കാരണം കൊണ്ട് താഴേക്ക് പോയി. എന്താ നമുക്കറിയില്ല, എന്ത് കാരണമാവാം. തിരിച്ച് ഒരു 150 വന്നിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ. 100 രൂപയ്ക്ക് മുകളിലോട്ട് പോയ സാധനം 200 എത്തിപ്പോൾ താഴേക്ക് പോകുന്നു. തിരിച്ച് 150 വീണ്ടും മുകളിലോട്ട് പോയി. ആ മുകളിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇനി മുകളിലോട്ട് പോയാൽ 200 വരെയാണ് നമുക്ക് പോകാൻ സാധ്യതയുള്ളൂ എന്നുള്ളത്. നേരത്തെ 200 എത്തിയപ്പോൾ മാർക്കറ്റ് ഓൾറെഡി താഴേക്ക് പോന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ 150 ഇനി പോയി കഴിഞ്ഞാൽ 200 വരെയാണ് മാർക്കറ്റ് പോകാൻ സാധ്യതയുള്ളൂ. അത് ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ട് പോകും. അപ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ കിടക്കുന്നത് 200 അതിന് പോകാനുള്ള അടുത്ത റേഞ്ച്. 150 പോയി കഴിഞ്ഞാൽ 200 വരെ പോകേണ്ടതാണ്. അപ്പൊ പോകുമ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഇൻ കേസ് ചിലപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവിടെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതാണ് നമ്മൾ റെസിസ്റ്റൻസ് വെച്ചത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇൻ കേസിൽ നമ്മളിപ്പോൾ ആ 200 എത്തി, ഇത് 200 റേഞ്ച് ആണല്ലോ, 200 എത്തി, അവിടെ നിന്ന് നമുക്ക് മാർക്കറ്റ് താഴേക്ക് പോകുന്നതായിട്ട് എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെല്ല് ചെയ്യാം. സെല്ല് ചെയ്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് റേറ്റ് 150 വരെ മാർക്കറ്റ് താഴേക്ക് പോകും എന്നായിരിക്കും. സോറി, 0 കൂടി പോയി. 200 നിന്ന് പോന്നു കഴിഞ്ഞാൽ 150 വരെ മാർക്കറ്റ് താഴേക്ക് പോരാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓൾറെഡി ഇത് ഇവിടുന്ന് മുകളിൽ പോയി, എന്ത് കാരണം കൊണ്ട് അവിടെ നിന്ന് പോയെന്ന് അറിയാൻ പാടില്ല. മുകളിൽ 200 എന്ത് കാരണം കൊണ്ട് താഴേക്ക് പോകുന്നു നമുക്കറിയാൻ പാടില്ല. ഇങ്ങനെ 200 നിന്ന് 150 വരെ വന്നു. ഇത്തവണ വരുമ്പോൾ നമ്മൾ 150 എങ്ങനെ കണക്കാക്കിയത്? നേരത്തെ ഓൾറെഡി ആ 150 നിന്ന് മാർക്കറ്റ് വീണ്ടും കുത്തിത്തിരിഞ്ഞ് കയറി പോയിട്ടുണ്ട്. അതായത് മാർക്കറ്റ് റിവേഴ്സ് പോയിട്ടുണ്ട്. 150 നിന്ന് 200 പോയിട്ടുണ്ട്. അതാണ് നമ്മൾ ആ 150 കണക്കാക്കിയത്. അപ്പൊ ആ 150 ഒരു സപ്പോർട്ടായിട്ടും 200 റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യും. അങ്ങനെ
നമ്മൾ ടാർഗറ്റ് നമ്മുടെ വരുന്നത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരെയായിരിക്കും. അപ്പോൾ അവിടെ ഒരു തടച്ചിലുണ്ട്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പോയി കഴിഞ്ഞാൽ അവിടെ വരെയാണ് പോകാൻ സാധ്യത. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് പിന്നെയും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ സ്ട്രാറ്റജി സെക്ഷനിലാണ് ബ്രേക്ക് പറയുന്നത്, എങ്ങനെയാണ് ഒരു എൻട്രി എടുക്കുന്നതെന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ സപ്പോർട്ട് എന്താണ്, റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്തിയത് മാത്രം. ഇതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ്. അത് മാർക്കറ്റ് മുകളിലോട്ട് പോയി, എന്ത് കാരണം കൊണ്ട് താഴേക്ക് പോകുന്നു, ഇടയ്ക്ക് വെച്ച് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇനി മാർക്കറ്റ് ആ ലെവലിലേക്ക് വന്നാൽ അത് സപ്പോർട്ടാണ്, നേരത്തെ പോയ ഹൈയിലേക്ക് പോകുന്നത് അത് റെസിസ്റ്റൻസ് ആണ്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. പറഞ്ഞപ്പോൾ ചെന്നിട്ട് വിളിച്ച് പറഞ്ഞു എന്ന് മാത്രം. നമുക്കത് ലൈവിൽ കാണുമ്പോൾ ഇച്ചിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും. നമുക്ക് മാർക്കറ്റ് 3 രീതിയിലേക്ക് പോവാം. ഒന്നെങ്കിൽ ട്രെൻഡ്, അല്ലെങ്കിൽ സൈഡ് വേസ്, അല്ല ഒന്നുകിൽ അപ് ട്രെൻഡ്, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ്, അല്ലെങ്കിൽ സൈഡ് വേസ്. ഈ 3 രീതിയിലാണ് മാർക്കറ്റ് പോവുക. അപ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോയി, ഡൗൺ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് വന്നു, സൈഡ് വേസ് എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് കിടന്ന് മാർക്കറ്റ് പോകുന്നു, പ്രൈസ് പോകുന്നു. ഈ 3 രീതിയിലാണ് മാർക്കറ്റ് പോകുന്നത്. അപ് ട്രെൻഡ് എങ്ങനെയാണ് ഫോം ആവുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കമ്പനിയിൽ എന്തോട്ടെ 100 രൂപയ്ക്ക് ഓപ്പൺ ആയ റേറ്റ്, മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒരു 150 വരെ പോയിട്ട് വീണ്ടും മാർക്കറ്റ് താഴേക്ക് പോന്നു, ഒരു 120 ലോ വന്നിട്ട് വീണ്ടും ഹൈ പോയി. അപ്പോൾ നമുക്ക് ഈ നേരത്തെ വന്ന 150 ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അനുമാനിക്കാം അത് ട്രെൻഡ് എടുക്കുകയാണ്, പുതിയ ട്രെൻഡ് ഫോം ആവുകയാണെന്നുള്ളത്. ഓൾറെഡി അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു. ഇത്തവണ അത് 200 പോയിട്ട് തിരിച്ച് ഏകദേശം 150 160 വന്നിട്ട് വീണ്ടും കയറി പോവാണ്. 150 വരെ വന്നു. എന്നിട്ട് നേരത്തെ വന്ന ഹൈ ആ റേഞ്ച് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു എൻട്രിക്ക് ചാൻസ് ഉണ്ട്. ആ എൻട്രി എടുക്കുന്ന എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കാം. അപ്പം അപ് ട്രെൻഡ് പോകുന്ന സാധനം ഒരിക്കലും മാർക്കറ്റ് പ്രൈസ് നേരത്തെ ഞാൻ വരച്ച കാണിച്ചാൽ കുത്തനെ കയറി പോകത്തില്ല. 100-ൽ നിന്ന് ഒറ്റയടിക്ക് 150-ലോട്ട് പോകത്തില്ല, ഈ 500-ലോട്ട് പോകത്തില്ല. കാരണം എപ്പോഴും അത് സിഗ്സാഗ് അടിച്ചേ പോകത്തുള്ളൂ, നേരെ കയറി പോകില്ല. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പോയി ലോ വന്നു, വീണ്ടും ഹൈ പോയി ലോ വന്നു, വീണ്ടും ഹൈ പോയി ലോ വന്നു, വീണ്ടും ഹൈ പോയി ലോ വന്നു. അങ്ങനെയാണ് മാർക്കറ്റ് ട്രെൻഡ് എടുത്ത് പോകുന്നത്. ഹയർ ഹൈയും ഹയർ ലോയും വെച്ചിട്ടാണ് മാർക്കറ്റ് പോവുക. അതാണ് അപ് ട്രെൻഡ്. ഇത് ട്രെൻഡ് ഫോമായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകും. പുതിയൊരു ഹൈ മാർക്കറ്റ് ട്രെൻഡ് എടുക്കുന്നുണ്ട്, അത് കൺഫേം ആക്കുന്നത് രണ്ടാമത് വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് ബൗൺസ് ബാക്ക്, അത് തിരിച്ച് പോകാനുള്ള ചാൻസ് തരുമ്പോഴാണ് നമ്മളത് കണക്കാക്കുന്നത്. ഒരിക്കലും ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് വാങ്ങില്ല. ഒന്ന് പ്രൈസ് താഴേക്ക് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. എൻട്രിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കും. ഇപ്പോൾ ഇത് പെട്ടെന്ന് ക്ലിയർ ആവില്ല, അതുകൊണ്ട് നമുക്കത് ലാസ്റ്റ് സംസാരിക്കാം. അപ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഹയർ ഹൈയും ഹയർ ലോയും വെച്ചിട്ട് പോകുന്നത്. ഒരു ഹൈ പോയി ഒരു ലോ വന്നു, ഹൈ പോയി ലോ വന്നു, ഹൈ പോയി ലോ വന്നു. അങ്ങനെയാണ് അപ് ട്രെൻഡ് പോകുന്നത്. ഡൗൺ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഹയർ ലോയും ലോവർ ലോയും. മാർക്കറ്റ് ഒരു ലോ വന്നു, വീണ്ടും ഹൈ പോയി, ലോ വന്നു, ഹൈ പോയി, ലോ വന്നു, ഹൈ പോയി. അങ്ങനെയാണ് പോരുന്നത്. നേരത്തെ അപ് ട്രെൻഡ് പോയിന്റ് ഓപ്പോസിറ്റ് സൈഡ് വേസ് എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും. വരച്ചത് ചെരിഞ്ഞായിപ്പോന്നുള്ളൂ. ഓക്കെ, വരച്ചു കഴിഞ്ഞാൽ ഒരു റേഞ്ചാണ്. നേരത്തെ നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടില്ലേ, എന്നതുപോലെ തന്നെ ഒരു റേഞ്ചിൻ്റെ അകത്തായിരിക്കും മാർക്കറ്റ്. ട്രെൻഡ് എന്ന് പറയുമ്പോൾ പിന്നീട് പോകുമ്പോൾ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ട്രെൻഡ് ഫോം ആയി എന്ന് അനുമാനിക്കാം. ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ലൈവ് ചാർട്ടിൽ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് വർക്ക് ആവുന്നത്, ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത്.
നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് ചാർട്ട് എടുക്കുക എന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നു. അതേ സെയിം ചാർട്ട് തന്നെയാണ് ഇൻവെസ്റ്റിംഗ് തന്നെയാണ്. നമുക്ക് ഏത് ചാർട്ടാണോ ഉപയോഗിക്കുന്നത് അത് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാം, അല്ല എടുക്കാം. നമ്മൾ വീണ്ടും ചാർട്ടിലോട്ട് പോവാണ്. ലൈനാണ് കിടക്കുന്നത്. നമ്മൾ ക്യാൻഡിൽസ് ആക്കുന്നു. ക്യാൻഡിൽസ് ആക്കണമെന്ന് അറിയാലോ. ബാർ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ കിട്ടുന്നത് അത് എടുക്കുക. നമ്മൾ ക്യാൻഡിൽസ് എടുക്കുന്നു. ക്യാൻഡിൽസ് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം നോക്കേണ്ടത് സപ്പോർട്ടും റെസിസ്റ്റൻസും ആണ്. ആദ്യമേ ഇതിൽ സപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നേരത്തെ കുറെ ടൂൾസ് ഉണ്ട് നമുക്ക് എന്തിനൊക്കെയാണുള്ളത്. ഇവിടെ നമുക്ക് വരയ്ക്കാനുള്ള ടൂൾസ് ആണ്. നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കാൻ ഹൊറിസോണ്ടൽ ലൈനാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റേ എന്ന് പറഞ്ഞാൽ എവിടെ കുത്തിയോ അവിടെ നിന്ന് അങ്ങോട്ട് പോകത്തുള്ളൂ. മറ്റേതാണെങ്കിൽ ഫുള്ള് കിട്ടും. ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ഫുള്ള് കിട്ടും. അപ്പോൾ നമ്മൾ സപ്പോർട്ട് വരയ്ക്കുന്നത് ഇപ്പൊ ഇതൊരു എസ് ബി ഐയുടെ ചാർട്ടാണ് പറയുന്നത്. എസ് ബി ഐയുടെ ചാർട്ടിൽ ഇത് 1 മന്ത് ചാർട്ടാണ്. നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാനായിട്ട് ഏറ്റവും അതായത് ഫുൾ ചാർട്ട് മാക്സിമം ചാർട്ട് ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തണം. നമ്മൾ ഇത് വരയ്ക്കുന്നത് ഓരോ ഡിപ്പെൻഡ് ഇതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ലോങ് ടൈം ആണ് എടുക്കുന്നതെങ്കിൽ 1 മന്ത് ഇട്ട് വരയ്ക്കും, 1 മന്ത് 1 വീക്ക് ഇട്ട് വരയ്ക്കും. സ്വിംഗ് ട്രേഡിനാണെങ്കിൽ 1 ഡേ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ല 1 വീക്കൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡേ ട്രേഡിന് നമ്മൾ 1 ഡേ ആണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഇതിനാണോ എടുക്കുന്നത് ആ ഇത് വെച്ചിട്ടാണ് നമ്മൾ സപ്പോർട്ട് നെക്സ്റ്റ് സപ്പോർട്ട് എവിടെയാണ്, നെക്സ്റ്റ് റെസിസ്റ്റൻസ് എവിടെയാണ് അത് നമ്മൾ വരയ്ക്കുന്നത് നോക്കുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ 95 മുതൽ ചാർട്ടാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മൾ സപ്പോർട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇത് നേരത്തെ മാർക്കറ്റ് ഹൈ പോയി, ഇതായിരുന്നു ലോ. ഹൈ പോയി വന്ന് ലോ വന്നു, വന്നിട്ടില്ല. സൈസ് ഇതായി നോക്കാം, കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം, ബ്ലാക്ക് ഇട്ടു. ഫസ്റ്റ് മാർക്കറ്റ് ഹൈ പോയി ലോ അതിന് താഴേക്കുണ്ട്. അത് കറക്റ്റ് കാണാത്തതുകൊണ്ടാണ് ഞാനിത് ഇവിടുന്ന് തുടങ്ങിയിട്ടോ. ഇപ്പം ഇച്ചിരി കറക്റ്റ് എടുത്ത് കാണാമല്ലോ. ഇതാ ഈ 92 റേഞ്ച് മാർക്കറ്റ് ഹൈ പോയി ലോ വന്നു. ഹൈ പോയ മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്യാൻ കാരണം ഒന്നുകിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നു, നേരത്തെ വാങ്ങിയിട്ടവർ നല്ലൊരു ലാഭം കിട്ടുമ്പോൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ കമ്പനിയുടേതായ എന്തെങ്കിലും നെഗറ്റീവ് കൊണ്ട് ന്യൂസ് ബേസിൽ മാർക്കറ്റ് ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. അത് പോസിറ്റീവും വരും നെഗറ്റീവ് പോകും. അപ്പോൾ ന്യൂസ് എന്താണോ കമ്പനി നടക്കുന്നത് അത് അതിന് നല്ല വോളിയത്തിൽ, അതായത് നല്ല ബയേഴ്സ് വാങ്ങാനുണ്ടെങ്കിൽ അതിന്റെ പ്രഷറിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഒരുപാട് ആളുകൾ വിൽക്കാൻ വന്നാൽ അതിന്റെ പ്രഷറിൽ മാർക്കറ്റ് താഴോട്ട് വരും. അതുപോലെ ന്യൂസ് വരുമ്പോഴും പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ മാർക്കറ്റ് റേറ്റ് മുകളിലോട്ട് പോകും, നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകും. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ആ രീതിയിൽ എന്തെങ്കിലും ഒന്നായിരിക്കും. ഒന്നുകിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു, ഇവിടുന്ന് വാങ്ങിയവർ 67 നിന്ന് വാങ്ങിയവർ 120 വന്നപ്പോൾ നല്ല റേറ്റ് ആയാലും വെച്ച് കൊടുത്തതായിരിക്കാം, വിറ്റ് മാർക്കറ്റിലേക്ക് ഒരുപാട് സ്റ്റോക്ക് വിൽപ്പനയ്ക്ക് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് ഇടുന്നത് നോർമലി സംഭവിക്കുന്നതാണല്ലോ. ഇപ്പോൾ നമ്മളൊരു പച്ചക്കറി എടുക്കുകയാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് വില കുറയും. എക്സാമ്പിൾ സവാള എടുക്കാം. സവാളയ്ക്ക് ആണെങ്കിൽ ഒരുപാട് സാധനം വരുന്ന സമയത്ത് മാർക്കറ്റ് തീരെ വില ഉണ്ടാവില്ല. 100 രൂപയ്ക്ക് 6 കിലോയും 10 കിലോയും കിട്ടുന്ന സമയമുണ്ട്. ഈ സമയത്ത് ഡിമാൻഡ് വരുന്ന സമയത്ത് 1 കിലോയ്ക്ക് 100 കൊടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. എന്നതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ
ഡിമാൻഡ് വരുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകും. പ്രൈസ് ആളുകൾ വാങ്ങാൻ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അപ്പോൾ പ്രൈസ് മുകളിലോട്ട് പോകും. അത് ഒരുപാട് ആളുകൾ വിറ്റ് വരുമ്പോൾ മാർക്കറ്റോട് അത് അധികമായിട്ട് വരുമ്പോൾ മാർക്കറ്റ് ഇടിയും. അതാണ് ഈ സംഭവിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ന്യൂസിന്റെ ബേസിലാവാം. അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. 2006 കാലഘട്ടത്തിലാണ്. ഇപ്പൊ ഇവിടെ നിന്ന് 64 ഒരാൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 129 ഓട്ടോമാറ്റിക്കലി അത് കൊടുക്കും. കാരണം 60 മേടിച്ച ആളാണെങ്കിൽ അതിന് ഡബിൾ കിട്ടി, ഓട്ടോമാറ്റിക്കലി അത് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഇനിയിപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. എങ്ങനെ സപ്പോർട്ട് വരയ്ക്കാം. നേരത്തെ പറഞ്ഞു ഒരു ഹൈ പോയി ലോ വന്നു എന്നുള്ളത്. ഓക്കെ, ഹൈ പോയത് റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ഹൈ റെസിസ്റ്റൻസ് വരച്ചു. അത് റെഡ് കളർ കൊടുക്കാം നമുക്ക്. നെക്സ്റ്റ് സപ്പോർട്ട്, അതൊരു ബ്ലാക്ക് ഇട്ട് കൊടുക്കാം. സോറി, മറ്റേ കളർ മാറിപ്പോയി. ഹൈ പോയപ്പോൾ ഹൈ നമ്മൾ വരച്ചു 151 ആയിരുന്നു. അത് ഹൈ വരച്ചു. തിരിച്ച് ലോ വന്നേക്കുന്നത് 84 ആണ്. 84 നമ്മൾ ബ്ലാക്ക് ആക്കി കൊടുത്തു. അതൊരു സപ്പോർട്ട് റേഞ്ച് ആണ്. 151 റെസിസ്റ്റൻസ് ആണ്. ഇത്തവണ മാർക്കറ്റ് പോയപ്പോൾ അത് കവർ ചെയ്തിട്ടാണ് പോയത്, ബ്രേക്ക് ചെയ്ത് കടന്നുപോയി. തിരിച്ച് വീണ്ടും ആ മാർക്കറ്റ് താഴേക്ക് വന്നപ്പോൾ ഏകദേശം 85 ആ റേഞ്ചിൽ വന്നിട്ട് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് പോയത്. അതായത് വൺസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസ് ആയിട്ടും, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത് വരുന്ന കാണാം പോലെ. നേരത്തെ റെസിസ്റ്റൻസ് ആണ് ആക്ട് ചെയ്തത് 152. ഇവിടെ കാണാം വീണ്ടും മാർക്കറ്റ് ഇടിഞ്ഞ് വന്നപ്പോൾ അവിടെയാണ് സപ്പോർട്ട് എടുത്തേക്കുന്നത്. ആദ്യത്തെ റെസിസ്റ്റൻസ് ഇതായിരുന്നു ഫസ്റ്റ്. സെക്കൻഡ് മാർക്കറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. അത് കഴിഞ്ഞ് തിരിച്ച് ഓൾമോസ്റ്റ് ആ റേഞ്ചിൽ വന്നിട്ടാണ് സപ്പോർട്ട് എടുത്തേക്കുന്നത്. നേരത്തെ വന്ന സപ്പോർട്ടിന്റെ അവിടെ സപ്പോർട്ട് എടുത്തേക്കുന്നു. രണ്ടാമതും റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി ഓൾമോസ്റ്റ് ആ റേഞ്ചിൽ വന്ന് ഒരു സപ്പോർട്ട് എടുത്തേക്കുന്നു. അത് എക്സാക്റ്റ് വന്നിട്ടില്ല, 159 വരെ വന്നിട്ടാണ്. ഒരിക്കലും എക്സാക്റ്റ് വന്നം എന്ന് നിർബന്ധമില്ല. ഓൾമോസ്റ്റ് അത് റേഞ്ച് ആണ്, ഒരു ഏരിയ ആണത്. 159 60 റേഞ്ച് വന്നിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് തിരിച്ചു പോയി. തിരിച്ച് മാർക്കറ്റ് വീണ്ടും അതേ റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് പിന്നെയും കയറി പോകുന്നത്. ഒരിക്കലല്ല, ഓൾമോസ്റ്റ് 3 ടൈംസ് ആ 151 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത റേറ്റ് 151 ഉണ്ട്. സപ്പോർട്ടായിട്ട് 3 തവണ ആക്ട് ചെയ്തിട്ടുണ്ട്. അത് വൺസ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അത് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യും. ഇനി ഇൻ കേസ് മാർക്കറ്റ് ഈ 151 താഴേക്ക് വന്നാൽ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. 3 അല്ല 4 തവണ 151 എടുത്തേക്കുന്നത്, സപ്പോർട്ട് എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ സപ്പോർട്ട് വരയ്ക്കുക എന്ന് മനസ്സിലായില്ല. മാക്സിമം ചാർട്ട് ഉൾപ്പെടുത്തി ഏതൊക്കെ പ്രൈസ് ആണോ ഓൾമോസ്റ്റ് എടുത്തേക്കുന്നത് അവിടെയാണ് നമ്മൾ സപ്പോർട്ട് വരയ്ക്കുന്നത്. അതിന് മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട്. നേരത്തെ 243 പോയതായിരുന്നു. സെക്കൻഡ് ടൈം ആ റേഞ്ചിൽ വന്നിട്ട് ഒന്ന് മാർക്കറ്റ് താഴേക്കൊന്ന് കയറിപ്പോയി. ഇവിടെ നമുക്കൊരു എൻട്രിക്ക് ചാൻസ് ഉണ്ട്. കാരണം ഇത്തവണ മാർക്കറ്റ് താഴേക്ക് വന്ന് വീണ്ടും അത് ഒന്ന് പുൾ ബാക്ക് എടുത്തിട്ട് കയറിപ്പോയേക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു എൻട്രിക്ക് ചാൻസ് ഉണ്ട്. അത് നമ്മൾ എടുക്കണമെങ്കിൽ അതിൻ്റെതായ കുറച്ച് ഐഡന്റിഫിക്കേഷൻ കാര്യങ്ങളും പുറകെ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുള്ളൂ. ഞാനൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഏറ്റവും ഹൈ പോയേക്കുന്നത് എത്രയാണ്?
350 SBI പോയേക്കുന്നത്. ഓൾമോസ്റ്റ് 337 വരെ സെക്കൻഡ് ടൈം പോയി. തേർഡ് ടൈമും ഫോർത്ത് ടൈമും 350 വരെ പോയി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുക എന്നുള്ളതും അതെങ്ങനെയാണ് ആക്ട് ചെയ്യുക എന്നുള്ളതും. ഓൾമോസ്റ്റ് ക്ലിയർ ആയെന്ന വിശ്വാസം നമുക്ക് അടുത്തേക്ക് വേണ്ട 1-2 ചാർട്ടോടെ എക്സാമ്പിൾസ് നോക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് NTPC 2005 അത് ലിസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് 85 അതിൻ്റെ ഒരു സപ്പോർട്ട് വന്നത്. അത് മാർക്കറ്റ് ഹൈ പോയി, ഹൈ വന്ന മാർക്കറ്റ് ലോ വന്നു, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. തിരിച്ച് ഹൈ പോയി, നമുക്കപ്പം അനുമാനിക്കാം ഇതൊരു സപ്പോർട്ട് റേഞ്ച് ആണെന്നുള്ളത്. നമ്മൾ അവിടെ നോട്ട് ചെയ്തു 86-87 റേഞ്ച്. സെക്കൻഡ് ടൈം മാർക്കറ്റ് വന്നപ്പോൾ എക്സാക്റ്റ് അവിടെ എടുത്തിട്ടാണ് മാർക്കറ്റ് ഫുൾ തിരിച്ച് കയറിയത്. പിന്നെ അത് കയറാൻ ശ്രമിച്ചു, കയറി പോയിട്ടില്ല വരെ. ഏകദേശം ആ റേഞ്ച് ഒരു 140 വരെ കയറിയിട്ടുള്ളൂ. ഓൾ ടൈം ഹൈയിലേക്ക് പോയിട്ടില്ല. അപ്പം നമുക്കിവിടെ അധികം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. എടുത്തവർക്ക് അവരത് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം ഏകദേശം ഒരു 50 രൂപയോളം 50-40 രൂപയോളം അതിനകത്ത് ഒരു ഷെയറിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ബുക്ക് ചെയ്ത് മാറണം. ഇതിൽ ഈ എസ് എന്ന് കാണിച്ചേക്കുന്നത് അത് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. സ്പ്ലിറ്റ് ചെയ്യുന്ന മാർക്കറ്റിൽ ഫണ്ട് വീണ്ടും ആവശ്യം വരുമ്പോൾ അവർ ഷെയർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. 1000 ഷെയറാണ് ലിസ്റ്റ് ചെയ്തേക്കണമെങ്കിൽ അത് 2000 ആക്കിയിട്ട് അവർക്ക് ഈ നിലവിലുള്ളവർക്ക് ആ ഷെയർ 1:2 എത്ര അതിൻ്റെ റേഷ്യോ അനുസരിച്ച് കൊടുക്കാറുണ്ട്. അതാണ് സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞത്. സ്പ്ലിറ്റിങ്ങിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ബ്രോക്കർ മുഖാന്തരം ഫുൾ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. എസ് എന്ന് കാണിച്ചെന്ന് മാത്രം പറഞ്ഞോളൂ. ഇത് നേരത്തെ പറഞ്ഞ നമ്മൾ ക്യാൻഡിൽസ് പഠിച്ചത് വേറെ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന എൻഗൾഫിങ്ങിന്റെ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് പറഞ്ഞേക്കുന്നത്. അത് എങ്ങനെയാണ് കറക്റ്റ് വെച്ചാൽ പക്ഷെ അത് എൻഗൾഫിംഗ് ആണല്ല, അത് എക്സാക്ട് എൻഗൾഫിംഗ് എന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ്, ഈ ഗ്രീനും റെഡും. ഇത് എൻഗൾഫിംഗ് ആണ്. ഇത് കാണുന്ന ഒരു ഹാമറാണ്. ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇതൊരു ഡോജിയാണ്. ഇതൊരു ബെയറിഷ് ക്യാൻഡിലാണ്. ഇതും ബെയറിഷ് ആണ്, സെല്ലർ മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുക എന്നുള്ള അത്യാവശ്യം പിടുത്തം കിട്ടി കാണും. നമുക്ക് ഒരു ചാർട്ടോട് നോക്കാം. ജസ്റ്റ് ഇതൊരു സപ്പോർട്ട് റേഞ്ച് ആണ്. ഈ 334 ആ റേഞ്ച് ഒരു സപ്പോർട്ട് റേഞ്ച് ആണ്. കാരണം 2-3 ടൈംസ് ആ റേഞ്ചിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലോ വന്നു, ഓൾമോസ്റ്റ് ആ ലോഡ് എടുത്ത് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി. ആ ഹൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലോ വന്നു, ആ ലോയിൽ നിന്നാണ് പോയേക്കുന്നത്. ഇവിടെ ഹൈ പോയി, ഓൾമോസ്റ്റ് ആ ഹൈ പോയിട്ടാണ് മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് വന്നേക്കുന്നത്. എന്നാൽ ബ്രേക്ക് ചെയ്ത് കയറി പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എൻട്രിക്ക് ചാൻസ് ഉണ്ട്. കാരണം അവിടെ കൂടെ റിട്ടേൺ വന്ന് വീണ്ടും ഒരു ഫുൾ ബാക്ക് എടുത്താണ് കയറുന്നത്. ഒരു ട്രെൻഡ് ഇവിടെ ഫോം ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ട്രെൻഡ് ഫോർമേഷന് പുറത്തല്ല നമ്മൾ എടുത്തേക്കുന്നത്, നമ്മളത് കാണിച്ചു മാത്രം. ഒരു എൻട്രി ചാൻസ് ഉണ്ടെന്നത് അതെങ്ങനെയാണെന്നുള്ളത് താഴെ നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ട്രെൻഡാണ്.
എങ്ങനെയാണ് ട്രെൻഡ് ഫോം ആവുന്നത്. ഇതിൽ ട്രെൻഡ് കിടപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് 1 മന്ത് ചാർട്ടാണ്. ഇതിൽ ഒരു ട്രെൻഡ് ഉണ്ട്. സൈഡ് വേസ് ഒരു റേഞ്ച് തന്നെ കണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് 1 മന്ത് അല്ല, നമുക്ക് 1 വീക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം എന്താണ് ആ റേഞ്ച് സംഭവിച്ചേക്കുക എന്നുള്ളത്. ഇത് റേഞ്ച് മാർക്കറ്റാണ്, സൈഡ് വേസ്. ട്രെൻഡ് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞിരുന്നു ഒരിക്കലും മാർക്കറ്റ് ഒറ്റയടിക്ക് മുകളിലോട്ടും പോവില്ല, ഒറ്റയടിക്ക് താഴോട്ടും വരില്ല എന്നുള്ളത്. ഇവിടെ നോക്കിയാൽ കാണാം ഡൗൺ ട്രെൻഡ്. ഇത് മാർക്കറ്റ് ലോ വന്നു, വീണ്ടും ഹൈ പോയി, 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 വീണ്ടും ലോ വന്നു. ഇത്തവണ ലോ വന്നേക്കണം, വീണ്ടും ഹൈ പോയി, ലോ വന്നേക്കണം. ഡൗൺ ട്രെൻഡ്. നേരത്തെ പറഞ്ഞിരുന്നു ഒരിക്കലും മാർക്കറ്റ് ഒറ്റയടിക്ക് താഴേക്ക് പോകുന്നത്. ഇത് നോക്കി കാണാം, ഇതൊരു മാർക്കറ്റ് താഴേക്ക് പോന്നേക്കുന്നതാണ്, മാർക്കറ്റ് ഇടിഞ്ഞു പോന്നേക്കുന്നതാണ്. ഏകദേശം 1800 നിന്ന് സ്റ്റോക്ക് താഴേക്ക് പോന്നു. ലോ വന്നേക്കുന്നത് 328 വരെ വന്നു. അതാണ് ഈ കാണുന്നത് ഡൗൺ ട്രെൻഡ്. ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, അല്ല ഹയർ ലോ, ലോവർ ലോ, ഹയർ ലോ, ലോവർ ലോ, ഹയർ ലോ, ലോവർ ലോ, ഹയർ ലോ. നോക്കുന്ന താഴേക്ക് വന്നു, പ്രൈസ് ഒന്നിന് താഴോട്ട് ഒന്ന് താഴേക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം സപ്പോർട്ട് വന്നേക്കുന്നത്, സപ്പോർട്ട് റെസിസ്റ്റന്റ് ആക്ട് ചെയ്തേക്കുന്നത്. നേരത്തെ മാർക്കറ്റ് കയറിപ്പോയത് ഈ റേഞ്ചിൽ നിന്നാണ് താഴേക്ക് വന്നപ്പോൾ അല്ലേ. കയറിപ്പോയത് തിരിച്ചത് ബ്രേക്ക് ചെയ്ത് വീണ്ടും റെസിസ്റ്റൻസ് ആണ് ആക്ട് ചെയ്തേക്കണം. ഇവിടെ സപ്പോർട്ട് വന്നു, ഇവിടെ റെസിസ്റ്റൻസ് ആണ് ആക്ട് ചെയ്തു, അന്നേരം വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നു. സെക്കൻഡ് ടൈം നോക്കിക്കാം, ഇതൊരു സപ്പോർട്ടായിരുന്നു. ഏകദേശം ആ റേഞ്ചിൽ വന്നിട്ട് വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നു. ഇത്തവണ നമുക്ക് മാർക്കറ്റ് താഴേക്ക് പോരുന്ന് മനസ്സിലാക്കാൻ 2 തവണയും അവിടെ ഉണ്ടായില്ല, ഇവിടെ കയറിപ്പോയത് മനസ്സിലാക്കാൻ നോക്കിയാൽ മനസ്സിലാവും ക്യാൻഡിൽ എങ്ങനെയാണ് വർക്ക് ആവുന്നുള്ളത്. നമ്മൾ ആ ക്യാൻഡിൽ ഉപയോഗിക്കുന്ന നമ്മൾ 5 ക്യാൻഡിൽസ് പറഞ്ഞു, 5 ക്യാൻഡിൽസ് എവിടെ എങ്ങനെയാണ് വരുന്നത് നോക്കാം എന്ന് പറയുന്നു. ഇതൊരു ബയ്യർ കൺട്രോൾ ഉള്ള ക്യാൻഡിലാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഡോജിയാണ്, പക്ഷെ ബയ്യർ കൺട്രോൾ ആണ്. നോക്കിയാൽ മനസ്സിലാവും ഇത്രയും മാർക്കറ്റ് താഴേക്ക് വന്നു. ഏകദേശം 1101 985 വരെ ലോ വന്നിട്ട് ബയ്യർ തിരിച്ചു പിടിച്ചു കൊണ്ടുപോയതാണ് മുകളിലോട്ട്. വീണ്ടും 1038 പോയി, ഓൾമോസ്റ്റ് 1112 ആ റേഞ്ചിൽ ക്ലോസ് ആയിരുന്നു. അപ്പൊ ആ ക്യാൻഡിൽ കാണുമ്പോൾ ഒരു ബയ്യർ സ്ട്രെങ്ത് അതിനകത്തുണ്ട്. ബയ്യർ വന്നു, വീണ്ടും ഒരു കൺഫ്യൂഷൻ ഡോജിയാണ് വന്നത്, ഡോജിയാണ്, കൺഫ്യൂഷനാണ്, അവിടെ എന്ത് സംഭവിക്കുന്നതല്ല. വീണ്ടും ബയ്യർ ആക്റ്റീവായി, മാർക്കറ്റ് മുകളിലോട്ട് പോയി. നേരത്തെ നമ്മൾ പറഞ്ഞു ക്യാൻഡിൽസ് പഠിച്ച് പറഞ്ഞു, ഈ ക്യാൻഡിൽസിന്റെ ഒക്കെ ബേസിലാണ് നമ്മൾ ഒരു എൻട്രി എടുക്കുക എന്നുള്ളത്. ഇതുപോലെ ഡോജി വന്നു കഴിഞ്ഞാൽ ബൈക്ക് ചാൻസ് ഉണ്ട്. അത് കൺഫേം ആക്കാൻ 1-2 മെത്തേഡ് കൂടി ഉണ്ട് അല്ലേ. ഇതൊരു എൻഗൾഫിംഗ് ആയിരുന്നു, പക്ഷെ എൻഗൾഫിംഗ് ആണെങ്കിലും മാർക്കറ്റ് താഴേക്ക് പോകുന്നു. എല്ലായ്പ്പോഴും എല്ലാം വർക്കാവില്ല. എന്നിട്ട്
നമ്മൾ ഇങ്ങനെ ക്യാൻഡിൽ മാത്രം കണ്ടിട്ട് നമ്മൾ ഒരിക്കലും എൻട്രി എടുക്കാൻ കഴിയില്ല. അത് എവിടെ എന്തിന് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുക. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സപ്പോർട്ട് എന്താണോ, റെസിസ്റ്റൻസ് എന്താണോ, ട്രെൻഡ് എങ്ങനെയാണ് ഫോം ആയിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടപ്പോൾ കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, രണ്ടാം തവണയും ഒരു ചെറിയൊരു ബയർ കൺട്രോൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു ഹാമർ, ചെറിയ ബോഡി വലിയ വിക്ക്, ചെറിയ ഹാമറാണത്. ഇതൊരു ഹാമറാണ്. ഇതാണ് ഹാമർ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും താഴെ തന്നെ പോകുന്നത്. ബയർ കൺട്രോൾ ആണെങ്കിലും അവിടെ പിന്നെയും സെല്ലേഴ്സ് ആണ് പിന്നെയും കൂടുതൽ വന്നേക്കുന്നത്. ബയർ കൺട്രോൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ എനിക്ക്. ക്യാൻഡിലിന്റെ ഫോർമേഷൻ എങ്ങനെയാണ് വന്നേക്കുന്നത് കാണിച്ചു തന്നിട്ടുള്ളൂ. ഇതിന്റെയൊക്കെ ബേസിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അത് എടുക്കാനുള്ള സിസ്റ്റം വേറെയാണ്. ഇവിടെ നോക്കിയാൽ കാണാം ഒരു കൺഫ്യൂഷൻ ഡോജി, അതായത് ട്രെൻഡ് റിവേഴ്സലാണ് നമ്മളോട് എക്സ്പെക്ട് ചെയ്യുന്നത്. ട്രെൻഡ് റിവേഴ്സലിന് ഉപയോഗിക്കുന്ന ക്യാൻഡിൽസ് ആണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത്. അതിന്റെ ബേസിലാണ് നമ്മൾ ഓരോ എൻട്രികൾ എടുക്കുന്നത്. മാർക്കറ്റ് കൺഫ്യൂഷൻ വന്നിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയേക്കണം. ഇവിടെയും അതുപോലെ കൺഫ്യൂഷൻ വന്നിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നേക്കണേ. അത് നേരത്തെ നമ്മൾ കുറച്ച് സപ്പോർട്ട് റേഞ്ച് ആയിരുന്നു. ആ റേഞ്ചിലാണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് പോന്നേക്കുന്നത്. നേരത്തെ സൈഡ് വേസ് പറഞ്ഞിരുന്നു. സൈഡ് വേസിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും കറക്റ്റ് വർക്ക് ചെയ്യും. അങ്ങനെ ആ റേഞ്ച് തന്നെ കിടന്നായിരിക്കും കളിക്കുക മാർക്കറ്റ്. ഇവിടെ ഒരു കൺഫ്യൂഷനാണ്, പ്ലസ് സ്ട്രോങ് ബെയറിഷ് ആണ്, ട്രെൻഡ് റിവേഴ്സിലാണ്. ഇതൊരു ഷൂട്ടിംഗ് സ്റ്റാർ ആണ് ഈ കാണുന്നത്. ഷൂട്ടിംഗ് സ്റ്റാർ ഹാമറിന്റെ ഓപ്പോസിറ്റ്. അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് ചെറുതായിട്ട് താഴേക്ക് പിന്നെയും പോന്നിട്ടുണ്ട്. ട്രെൻഡ് റിവേഴ്സിന് വേണ്ടിയാണ് നമ്മൾ ആ ക്യാൻഡിൽസ് ഉപയോഗിക്കുന്നത്. ട്രെൻഡ് റിവേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഡൗൺ ട്രെൻഡ് പരിചയപ്പെട്ടു, സപ്പോർട്ട് റെസിസ്റ്റൻസും പരിചയപ്പെട്ടു. ഇനി അപ് ട്രെൻഡ് നോക്കാം. സ്റ്റോക്കിനുള്ള ചെക്ക് ചെയ്യാം. ഇതൊരു അപ് ട്രെൻഡ് ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു ഹൈ പോയി ലോ വന്നു, വീണ്ടും ഒരു ഹൈ പോയി ലോ വന്നു, വീണ്ടും ഹൈ പോയി ലോ വന്നു, വീണ്ടും ഹൈ പോയി, പിന്നെ കുറച്ച് റേഞ്ച് തന്നെ കാണാതില്ല, വീണ്ടും ട്രെൻഡ് എടുത്തു, വീണ്ടും ഹൈ പോയി ലോ വന്നു, വീണ്ടും ഹൈ പോയി ലോ വന്നു, ഇടയ്ക്ക് ലോ വന്നിട്ടുണ്ട്. ഈക്വൽ ആണ് കേട്ടോ. നോക്കാം നമ്മൾ എങ്ങനെയാണ് ഫോം ആയേക്കുന്നത്. ഞാൻ എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തന്നു മാത്രം എങ്ങനെയാണ് ട്രെൻഡ് ഫോം ആവുക എന്നുള്ളത്. താഴെ നോക്കണ്ട, ചെറുതൊക്കെ വിട്ടേക്കാം. വലുതാണെങ്കിൽ ഇവിടെ ഓപ്പണായി ഒരു ഹൈ പോയി ലോ വന്നു, വീണ്ടും ഹൈ പോയി ലോ വന്നു. ഓക്കെ, എക്സാക്ട് അല്ല, ഏകദേശം സപ്പോർട്ട് വീണ്ടും തിരിഞ്ഞു പോയിരിക്കുന്നത്. ആ സപ്പോർട്ടിൽ റെസിസ്റ്റൻസ് സപ്പോർട്ടഡ് ആക്ട് ചെയ്തിട്ടാണ് വീണ്ടും പോയേക്കുന്നത്. വീണ്ടും ഹൈ പോയി. നമുക്ക് ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ മനസ്സിലാക്കാം ട്രെൻഡ് തന്നെയാണ് അത് കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഹൈ പോയി ലോ വന്നു, വീണ്ടും ഹൈ പോയി. ഇത്തവണ അത് ട്രെൻഡ് തിരിഞ്ഞിരിക്കുക. ഡൗൺ ട്രെൻഡാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഡൗൺ ട്രെൻഡിലാണത്. ഇത് പുതിയ ട്രെൻഡ് ഫോം ആവണമെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്താലാണ്, 555 ബ്രേക്ക് ചെയ്താലാണ് പുതിയ ഹൈ ഫോം ആയി എന്നുള്ളത്. അല്ല, പുതിയ ട്രെൻഡ് ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡിലേക്ക് തിരിഞ്ഞേക്കുവാന്ന് നമ്മൾ അനുമാനിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ബൈ എടുക്കാനുള്ള ചാൻസുകൾ ഉണ്ടാവും, അല്ല നമുക്ക് എൻട്രി ആവാനുള്ള ചാൻസുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ നോക്കണം. അതെങ്ങനെയാണെന്നുള്ളത് താഴോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം. ഇതൊരു റേഞ്ചാണ്, കുറച്ച്
1 വീക്ക് ചാർട്ടാണ്. അപ്പോൾ ഒരു കുറച്ച് ആഴ്ചകൾ ഒരു ക്യാൻഡിൽ കാണിക്കുന്നത് ഏത് ടൈം ഫ്രെയിമാണ് നമ്മൾ ഇടുന്നത്, ആ ടൈം ഫ്രെയിം വെച്ചിട്ടാണ് ആ ക്യാൻഡിൽ വരുന്നതെന്ന് പറഞ്ഞു. 1 വീക്ക് ടൈം ഫ്രെയിം ആണ് ഇട്ടേക്കുന്നത്. ആ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ കാണിക്കുന്നത് 1 വീക്കാണ്. ഇത് ഇവിടെ ഒരു സൈഡ് വേസ് ആണ്. കുറച്ച് നാൾ സൈഡ് വേസ് കളിച്ചിട്ടാണ് വീണ്ടും മാർക്കറ്റ് താഴേക്ക് പോയേക്കുന്നത്. ഈ പോന്നേക്കുന്നത് മാർച്ചിലെ ഈ കൊറോണയുടെ സമയത്ത് മാർക്കറ്റ് ഫാൾ വന്നേക്കുന്നതാണത്. ഇപ്പൊ നിലവിൽ ചാർട്ട് നോക്കുമ്പോൾ ഡൗൺ ട്രെൻഡിൽ നിൽക്കുന്നത് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഹൈ പോകണമെങ്കിൽ പുതിയ ട്രെൻഡ് എടുത്തു എന്നുണ്ടെങ്കിൽ, അപ് ട്രെൻഡ് എടുത്തു എന്നുണ്ടെങ്കിൽ 548 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് അനുമാനിക്കാം സ്റ്റോക്ക് ട്രെൻഡിലാണ്, ട്രെൻഡ് ഫോം ആയിട്ടുണ്ട്. പക്ഷെ അത് കൺഫേം ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു ഹൈ കൂടെ ക്രിയേറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഹൈ പോയി ലോ വന്നു, അതാണ് സംഭവിച്ചിട്ടുള്ളൂ. വീണ്ടും ഹൈ പോയി, ഓക്കെ ഇത് ബ്രേക്ക് ചെയ്തു, ട്രെൻഡ് ഫോം ആയിട്ട് നമുക്ക് അനുമാനിക്കാം. നമ്മളത് കൺഫേം ചെയ്യുന്നത് വീണ്ടും ഒന്നുകൂടെ വന്ന ഇവിടെ നിന്ന് തിരിഞ്ഞ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഓക്കെ ഇത് അപ് ട്രെൻഡാണ് നമ്മൾ അനുമാനിക്കുന്നത്, നമ്മൾ കൺഫേം ആക്കുന്നത്. മറ്റേത് അനുമാനം മാത്രമാണ്, ഫോം ആവാം, ചിലപ്പോൾ അതാ തിരിച്ചവിടെ വന്നിട്ട് താഴേക്കും പോരാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുന്നത്? അത് 1 മിനിറ്റിലായാലും ഇത് എങ്ങനെ ചെയ്യാം, 1 മന്തിലാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന മെത്തേഡ്. ചില രീതി ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചിലപ്പോൾ അത് പറയുന്നത്. സംഭവം എല്ലാം ഒരേ കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെ, പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മെത്തേഡ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ഞാനൊരു പ്രൊഫഷണൽ ട്രെയിനർ അല്ല, ഒരു ടീച്ചർ അല്ലാത്തതിനാൽ അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും നിങ്ങളുടെ സംസാരിക്കുന്നത്. ഞാൻ നോർമലി ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു മെത്തേഡ് മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ പറയാൻ എനിക്ക് അറിയാമോളൂ, എനിക്ക് അറിയാവുന്നത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷെ മാറ്റർ എല്ലാം ഒന്ന് തന്നെ. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ടെക്നിക്കൽ അനാലിസിസിന്റെ എല്ലാ പാർട്ടും കവർ ചെയ്തു. ചാർട്ട് എന്താണെന്ന് മനസ്സിലായി, ഇതാണ് ചാർട്ട്. ക്യാൻഡിൽസ് എന്താണെന്നുള്ളത് ഈ കാണുന്നതാണ് ക്യാൻഡിൽസ്. സപ്പോർട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. റെസിസ്റ്റൻസ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് പഠിച്ചു. ട്രെൻഡ് എങ്ങനെയാണ് ഫോം ആവുന്നത്, ട്രെൻഡ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് പഠിച്ചു എന്നല്ല, എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അത് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. എന്നെ കൊണ്ടാവുമ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ട്രെൻഡ് എങ്ങനെയാണ് വരുന്നത് നമ്മൾ നോക്കി. ഇത്രയാണ് ടെക്നിക്കൽ അനാലിസിസിന്റെ ബേസിക് കാര്യങ്ങൾ. കുറെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല, കാരണം ഞാൻ എടുക്കുന്ന ഇതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് അധികം വരുന്നതല്ല. എല്ലാം ബേസ്ഡ് ഓൺ പാറ്റേൺസ് ആണ് ഞാൻ എടുക്കുന്നത്. ട്രേഡ് ചെയ്യുന്ന എല്ലാം പാറ്റേൺസ് ബേസ്ഡ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് ചില സമയത്ത് ചില ഇൻഡിക്കേറ്റേഴ്സ് അതിന്റെ സപ്പോർട്ടിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഇൻഡിക്കേറ്റർ മെയിനിൽ ഉപയോഗിക്കുന്നത് ഒരു സ്ട്രാറ്റജി ഉണ്ടാവും, അതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ടായിരിക്കും ആ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. എല്ലാ ഇൻഡിക്കേറ്ററും എല്ലായിടത്തും ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ ഇങ്ങനെയാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നതും റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നതും. അതായത് വൺസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് വീണ്ടും സപ്പോർട്ട് ആക്ട് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ തന്നെ കിടപ്പുണ്ടല്ലോ. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, തിരിച്ച് ആ റേഞ്ചിലാണ് സപ്പോർട്ട് എടുത്തേക്കുന്നത്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യും, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഏത് സൈഡിലേക്കാണ് പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആ പ്രൈസ് റേഞ്ച് ആക്ട് ചെയ്യും. ട്രെൻഡിന് അങ്ങനെയൊന്നുമില്ല. ആ ട്രെൻഡ് ആണെങ്കിൽ ഹയർ ഹൈ ഹയർ ലോയും വെച്ചാൽ, അതായത് ഒരു ഹൈ പോയി അത് ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഹയർ ഹൈ എന്ന് പറയുക. ഹൈക്ക് മുകളിൽ ഹൈ. ഹയർ ലോ എന്ന് പറയുന്നത് ഹൈക്ക് താഴെയുള്ള ലോ, അതാണ് ഹയർ ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ അപ് ട്രെൻഡ് ആണെന്നും, പുതിയ ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോരുന്നവരും മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണെന്നും മനസ്സിലാക്കാം. ഇതിപ്പോ കണ്ടുകഴിഞ്ഞാൽ ഏത് സൈഡിലേക്കാണ് പോകുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഒറ്റവാക്കി പറഞ്ഞാൽ ഡൗൺ ട്രെൻഡ് നിൽക്കുന്നു,
ഇനി പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്താൽ അപ് ട്രെൻഡിലേക്ക് കൺവേർട്ട് ആയി നമുക്ക് അനുമാനിക്കാം. അപ് ട്രെൻഡിനെ പറ്റിയ സ്റ്റോക്ക് വേറെ ഒന്നും നോക്കാം. റിലയൻസ് അപ് ട്രെൻഡ് ആയിരുന്നു, അപ്പൊ അത് തിരിഞ്ഞിട്ടുണ്ട്. നോക്കിക്കാം, റിലയൻസ് കണ്ടിന്യൂസ് അപ് ട്രെൻഡ് ആണ്. അത് 1 ഡേയിൽ എടുത്തു കഴിയുമ്പോൾ നമുക്ക് 3 സൈഡ് കാണാൻ കഴിയും. 2 സൈഡ്, അതായത് നേരത്തെ പറഞ്ഞ ഹൈ പോയി ലോ വന്നു, ഹൈ പോയി ലോ വന്നു, വീണ്ടും ഹൈ പോയി ലോ വന്നു, ഹൈ പോയി ലോ വന്നു. ഇത്തവണ അത് സൈഡ് വേസ് ആയിട്ട് കൺവേർട്ട് ആയി റേഞ്ചിലോട്ട് പോയി. റേഞ്ച് മാർക്കറ്റ് എന്ന് പറയും, ഇത് സൈഡ് വേസ് എന്ന് പറയും. റേഞ്ച് കയറുന്ന വെച്ചാൽ റേഞ്ച് ബ്രേക്ക് ചെയ്തു. നമ്മൾ ട്രെൻഡ് വീണ്ടും അവിടുന്ന് പിന്നെ ഫോം ആവണമെങ്കിൽ, സൈഡ് വേസിന് ട്രെൻഡ് ഫോം ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഹൈ ബ്രേക്ക് ചെയ്തു, ഓക്കെ, ട്രെൻഡ് ഫോം ആയിട്ടുണ്ട്. പക്ഷെ അത് കൺഫേം ചെയ്യണമെങ്കിൽ അടുത്ത ഹൈ കൂടെ ബ്രേക്ക് ചെയ്താലാണ് കൺഫേം ആവുള്ളൂ. ഇതിപ്പോൾ അപ് ട്രെൻഡിലാണ്, പക്ഷെ സ്റ്റോക്ക് ഇച്ചിരി ഡൗൺ ആയേക്കാണ്. കാരണം അത് അതിന്റെ ന്യൂസ് ബേസിലാണ് ഡൗൺ ആയേക്കുന്നത്. ഒന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നേക്കുന്നത്, രണ്ടാമത് അതിന്റെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്ത പോലെ റിസൾട്ട് വന്നിട്ടില്ല, അതിന്റെ ബേസിലാണ് താഴേക്ക് പോന്നേക്കുന്നത്. എന്നാലും നമുക്കവിടെ കാണാം, മാർക്കറ്റ് താഴേക്ക് വരും, കയറിപ്പോയപ്പോൾ താഴേക്ക് പോകുമ്പോഴും ഒരിക്കലും നേരെ പോവില്ല എന്ന് പറഞ്ഞത് ഇവിടെ നമുക്ക് നോക്കി മനസ്സിലാക്കാം. നേരെ പോകുന്ന ഒറ്റയടിക്ക് കയറി പോവില്ല. ഇത് 863, അതായത് മാർച്ച് ലാസ്റ്റ് അവിടെ നിന്നാണ് റിലയൻസിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. പുറമേ നിന്ന് ഫേസ്ബുക്കും മറ്റേ ഗൂഗിളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം 1.5 കോടി, വെറും കോടിയല്ല, 1.5 ലക്ഷം കോടി ഇൻവെസ്റ്റ്മെന്റ് വന്നപ്പോഴാണ് മാർക്കറ്റ് പെട്ടിയും പുകയും പോലെ അടിച്ചു കയറി പോയിരുന്നത്. അത് ബേസ്ഡ് ഓൺ ന്യൂസിലാണ് പോയിരിക്കുന്നത്. അതിന്റെ കമ്പനി ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്, ഒരു ഷെയറിന് 6 രൂപ വെച്ചിട്ട്. നമ്മൾ ലോങ് ടൈമിലേക്ക് പോകുമ്പോൾ കമ്പനി കൊടുക്കുന്ന ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അത് ഷോർട്ട് ടൈമിലേക്കും കിട്ടും കേട്ടോ. ആ സമയത്ത് കൊടുക്കുന്ന നമ്മൾ ഷെയർ ഹോൾഡ്, ഇപ്പൊ ഈ സമയത്ത് നമ്മൾ ഷെയർ ഷെയർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് അനൗൺസ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കും ഒരു ഷെയറിന് 6 രൂപ വെച്ചിട്ട് കിട്ടുമായിരുന്നു. ഇവിടെ കമ്പനി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 1:1 ആ റേഞ്ചിലാണ് തോന്നുന്നത്. അതൊന്ന് നോക്കണം. ഈ ലെവൽ വരുമ്പോഴാണ് കൺഫ്യൂഷൻ അടിച്ച് പോകുന്നത്. സ്പ്ലിറ്റിങ് നടന്നേക്കുന്നതാണത്. വീണ്ടും മാർക്കറ്റ് മുകളിൽ കയറുക. ഇതെല്ലാം ന്യൂസിന്റെ ബേസിലാണ് പോയേക്കുന്നത്. അത്ര ഇൻവെസ്റ്റ്മെന്റ് വന്നപ്പോൾ മാർക്കറ്റ് വെട്ടിയും പോകും പോലെ. പിന്നെ എന്തുകൊണ്ട് ഇവിടെ എത്തിയത്? ഒരുപാട് ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ബുക്കിങ്ങിന്റെ വന്നപ്പോൾ കൂടെ ഒരു നെഗറ്റീവ് ന്യൂസ് ഇവിടെ വന്നേക്കുന്നതാണ് ഇത്രയും താഴേക്ക് പോകുന്നത്. ഇതിന്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. അതാണ് മാർക്കറ്റ് പ്രതീക്ഷ പോലെ അത്ര റിസൾട്ട് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് താഴേക്ക് പോകുന്നത്. ഇപ്പൊ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി, സൈഡ് വേസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി, സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. ട്രെൻഡ് എടുത്ത് പോകുമ്പോൾ മിക്കവാറും ആ ഹൈ ആയിരിക്കും, പിന്നെ അതിന്റെ നേരത്തെ റെസിസ്റ്റൻസ് ആയിരിക്കും അതിന്റെ സപ്പോർട്ടായിട്ട് കൂടുതലും ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നോർമലി വരുന്നത്. എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. നോക്കിയാണ് സൈഡ് വേസ് ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഭാഗങ്ങൾ നമ്മൾ ബേസിക്സിന്റെ കവർ ചെയ്ത് കഴിഞ്ഞു. ബേസിക്സിന്റെ സപ്പോർട്ട് എന്താണെന്നും റെസിസ്റ്റൻസ് എന്താണെന്നും നമ്മൾ കവർ ചെയ്തു. ബേസിക് ട്രെയിനിങ്സിന്റെ 3rd സെഷൻ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ചാർട്ട് പഠിച്ചു, ക്യാൻഡിൽസ് പഠിച്ചു, സപ്പോർട്ട് റെസിസ്റ്റൻസ് പഠിച്ചു, ട്രെൻഡ് പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡെറിവേറ്റീവ്സും സ്ട്രാറ്റജീസും ആണ്, ഐഡിയാസും ആണ്. എങ്ങനെ ട്രേഡ് എടുക്കാം, എന്തിന്റെ ബേസിൽ എടുക്കാം എന്നൊക്കെയാണ്. ഇത് രണ്ടും നമുക്ക് നെക്സ്റ്റ് സെഷനിൽ രണ്ടായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായി എന്നുള്ള വിശ്വാസത്തിൽ എന്നെ കൊണ്ടാവുമ്പോഴും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നല്ലൊരു പ്രൊഫഷണൽ ട്രെയിനർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിലും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ സംഭവങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതാണ് ബേസിക് കാര്യങ്ങൾ. ഇതൊക്കെ തന്നെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങളിത് സിമ്പിളായിട്ട് എടുക്കരുത്.
സിമ്പിളായിട്ട് എടുക്കാൻ കാരണം ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് യാതൊരു വില ഉണ്ടാവില്ല. ഇത് ഇപ്പൊ ഞാൻ ഈ പഠിപ്പിക്കുന്ന 4 സെഷൻസ്, 5ാമത്തത് വരുന്നില്ല, 4 സെഷൻസ് കവർ ചെയ്യുന്നതിന്, നിങ്ങൾ പഠിപ്പിച്ചു തരുന്നതിന് ഒരു പ്രൊഫഷണൽ ട്രെയിനർ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഫീസ് 15,000, 20,000, 25,000 ആ റേഞ്ചിലാണ്. ഞാനും ഏകദേശം ഇതേ ഫീസ് കൊടുത്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പഠിച്ചത്, ബേസിക് കാര്യങ്ങളൊക്കെ. എന്നിട്ടാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ചാർട്ട് നോക്കിയതും കുറേ വീഡിയോസ് കണ്ടതൊക്കെ. ഞാൻ നിങ്ങളെപ്പോലെ കുറേ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്നൊന്നും എനിക്ക് വ്യക്തമായൊരു പിക്ചർ കിട്ടിയിട്ടുണ്ടായില്ല. ഒരിക്കലും കണ്ടതൊന്നും അത്ര ഒരു ആപ്റ്റ് ആയിരുന്നില്ല. പക്ഷെ അപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. ഒരിക്കലും എനിക്കൊരു യൂട്യൂബിന്റെ ബേസിലും ഒരു ഇത് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല, അത് കണ്ടതുകൊണ്ട്. പക്ഷെ ഈ അവർ പഠിപ്പിച്ച കാര്യങ്ങൾ, ഈ ക്യാൻഡിൽസിന്റെ ഇതൊക്കെ ഓരോ ട്രെയിനേഴ്സും പല രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഇച്ചിരി ഡീപ്പായിട്ട് മനസ്സിലായി എന്ന് മാത്രം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞത് എനിക്കന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി ക്യാൻഡിൽസ് എന്താണെന്നുള്ളതും സപ്പോർട്ട് എന്താണെന്നുള്ളത് ഞാൻ 1 by 1 വീഡിയോസ് ഒക്കെ നോക്കിയിട്ടുണ്ട്. അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്തേക്കുന്നത്. എന്നപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. പക്ഷെ എവിടെയായാലും ഇതൊക്കെ തന്നെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഒരിക്കലും ഇതൊരു നിസ്സാര കാര്യമായിട്ട് ഫ്രീ ആയിട്ട് നിന്ന് കിട്ടുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ ഒരു മൈൻഡിൽ പഠിക്കാൻ വരരുത്, അല്ല പഠിക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് അതിന് ഒരു വാല്യൂ ഉണ്ടാവില്ല. നമ്മൾ നല്ലൊരു ഫീ കൊടുത്തിട്ടാണ് പഠിക്കുക എന്നുള്ളത് എന്ന മൈൻഡിൽ നിങ്ങളിത് അറ്റൻഡ് ചെയ്യുക. ഒരു ഈ പറഞ്ഞ ഫീ തന്നെ നിങ്ങൾ പേയ്മെന്റ് കൊടുത്തിട്ടാണ്, എനിക്ക് പേയ്മെന്റ് തന്നിട്ടാണ് നിങ്ങൾ പഠിക്കുക എന്നുള്ള മൈൻഡോട് കൂടി നിങ്ങൾ ഇത് പഠിച്ചാൽ നിങ്ങൾക്കിത് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പൊ തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കാണാം. ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.